ഒരു വാർത്തയിലേക്കാണ് ഇടവേള കഴിഞ്ഞു വരുമ്പോൾ പോകുന്നത്. LDF സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫ് മിഷൻ നിർത്തും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സന്തോഷമാവണം. കാരണം അത്തരം മാറ്റങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത്. വെറുതെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന അത്തരം പദ്ധതികളൊക്കെ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ? എന്തിനാണ് പാവപ്പെട്ടവർക്ക് വീട്? അവര് വല്ല കടത്തുണ്ടയിലോ ഗുഹകളിലോ ഇനി വേണമെങ്കിൽ ഏറുമാടങ്ങൾ, മരത്തിന്റെ മേലെ ഏറുമാടങ്ങൾ കെട്ടിയിട്ടോ ജീവിക്കട്ടെന്നേ. അവർക്കൊന്നും വീട് കൊടുക്കേണ്ട ബാധ്യതയൊന്നും ഒരു ഗവൺമെന്റിനില്ല. അതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. വേണമെങ്കിൽ ഒരു കണക്ക് വേണമെങ്കിൽ പറയാം. വെറുതെ ഒരു കാര്യമില്ല, അതൊരു കണക്ക് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ ഗവൺമെന്റ് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഇതുവരെ 5 ലക്ഷത്തിലധികം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. കണക്ക് കേൾക്കണേ, 5 ലക്ഷം. 1, 2, 3, 10, 1000 അല്ല, 5 ലക്ഷം വീടുകളാണ് നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു നൽകിയത്. അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വീടൊക്കെ നിർമ്മിച്ചു നൽകുന്ന ഒരാള് വീണ്ടും ഭരണത്തിൽ വരിക എന്ന് പറയുന്ന പരിപാടി അതൊട്ടും ശരിയല്ല എന്ന് ജനങ്ങൾക്ക് തോന്നി. ജനങ്ങൾക്ക് വേണ്ടത് അങ്ങനെ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഒരു മനുഷ്യനൊന്നല്ല. ജനങ്ങൾക്ക് വേണ്ടത് എപ്പോഴും ചിരിക്കുന്ന ഒരു നേതാവിനാണ്. എപ്പോഴും എന്തു പറഞ്ഞാലും ചിരിക്കുന്ന ഒരു നേതാവിനെ മാത്രം നമ്മുടെ ജനങ്ങൾക്ക് മതി. നമ്മളെ ജനങ്ങൾ അതിന് പേരുമിടും, പൂക്കി മുഖ്യമന്ത്രി. അങ്ങനെ പൂക്കി മുഖ്യമന്ത്രി മതി. നമ്മുടെ നാട്ടിലെ ധാർഷ്ട്യമുള്ള, അഹങ്കാരമുള്ള മുഖ്യമന്ത്രിമാരൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് 5 ലക്ഷം വീടുകളൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിർമ്മിച്ചു നൽകിയ പിണറായി വിജയൻ ഗവൺമെന്റ് ഇനിയും ഞങ്ങളുടെ നാട്ടിൽ ഭരിക്കേണ്ട എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തത്. കടക്കു പുറത്ത് എന്ന് പിണറായി വിജയനോട് പറഞ്ഞു, വീട്ടിൽ പോയി ഇരിക്കൂ എന്നൊക്കെ പിണറായി വിജയനോട് പറഞ്ഞു. അതിന്റെ ഗുണം നമ്മുടെ നാട്ടുകാർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 24 മണിക്കൂറും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. ആ മുഖ്യമന്ത്രി വന്നതിന് ശേഷം അതാ കുറച്ച് ദളിതരെ അവരെ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സമരം നടക്കുന്നു. അവരെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് പോലീസ് രാജ് അവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ ശനിയാഴ്ചയോട് കൂടിയിട്ട് അവരെ അതിൽ നിന്ന് പുറത്താക്കണമെന്ന് കോടതി വിധി വന്നിട്ടുണ്ട്. അതിനെതിരെ ഒരു നാക്കോ ഒരു വാക്കോ പോലും പുറപ്പെടുവിക്കാൻ ഈ പൂക്കി മുഖ്യമന്ത്രിമാർക്കോ അല്ലെങ്കിൽ ദളിത് മന്ത്രിക്കോ സമയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് മറ്റു പല കാര്യങ്ങളും നോക്കാനുണ്ട്. കഴിഞ്ഞിട്ടില്ല. മിൽമ പാലിന് വില കൂടുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? നമുക്ക് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. നമുക്ക് മിൽമ പാലിന് വില കൂടിയത് പ്രശ്നം? ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ പെട്രോൾ വില വർദ്ധിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അധിക നികുതി ഈ കേരള ഗവൺമെന്റ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടിപ്പോയ ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് ബഹുമാനപ്പെട്ട VD സതീശൻ എന്നുള്ളത്. ആ VD സതീശൻ ചേട്ടൻ ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര രസകരമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയുന്നൊരു വാക്കുകൾ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അതിങ്ങനെയാണ്: പൊതുവെ കേരളത്തിലെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലാണ്. എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഞങ്ങളത് കണ്ടില്ലേ, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം കൊടുക്കൂ പ്ലീസ്, മാധ്യമപ്രവർത്തകരെ സമയം കൊടുക്കൂ. വെറുതെ നമ്മുടെ മുഖ്യമന്ത്രിമാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. എന്തായാലും നമുക്ക് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വിഷയത്തിലേക്ക് വരാം. അത് ഇതാണ്: ലൈഫ് മിഷൻ നിർത്തും. ലൈഫ് മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവരുന്നുവെന്ന UDF സർക്കാരിന്റെ വിലയിരുത്തൽ. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ ഗ്രാമസഭകൾക്കുള്ള അധികാരം ലൈഫ് മിഷൻ കവരുന്നു. തദ്ദേശ സ്ഥാപനം ഇങ്ങനെ പലവിധ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഇവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ, വേറെ വർത്തമാനമില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആർജം വേണം, സാമ്പത്തികം സ്വരൂപിക്കണം, അതിനുള്ള പദ്ധതികൾ കണക്കാക്കണം, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രവർത്തിക്കേണ്ടത്, അല്ലേ? അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള പണം ഉണ്ടാക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാവണം, ആർജവം ഉണ്ടാവണം, നെഞ്ചുറപ്പ് വേണം. അതൊന്നുമില്ലെങ്കിൽ അത്തരം പദ്ധതികളൊക്കെ നിർത്തുക, വേറെ പരിപാടിയൊന്നുമില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, 5 ലക്ഷം വീടുകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ നാട്ടുകാർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകി. അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ 5 ലക്ഷം വീടുകളാണ്. ആ 5 ലക്ഷം വീടിലൊക്കെ ഒരു 4 പേര് കൂടി ഉണ്ടെങ്കിൽ എത്ര ആളുകൾ എന്ന് വിചാരിച്ചോളൂ. അത്തരം ആളുകളും പിണറായി വിജയൻ ഇനി വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചേ. അങ്ങനെ തന്നെയാണല്ലോ, പാല് കൊടുത്ത് കഴിക്കാനെ കൊത്തണമല്ലോ. എന്തായാലും 2026 ഫെബ്രുവരി 24 മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകളാണ് പൂർത്തീകരിച്ചതെന്ന് പറഞ്ഞ്. എന്തിനാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി? തുടക്കം ഭവനരഹിതരില്ലാത്ത കേരളം എന്നതായിരുന്നു. 2016 ഇതിന് തുടക്കമിടുന്നത്. ഭവനരഹിതരില്ലാത്ത കേരളം, എല്ലാവർക്കും വീടുകൾ വേണമെന്നാണ് പറയുന്നത്.
ഇപ്പോഴത്തെ പൂക്കി മുഖ്യമന്ത്രി പറയുന്നത് അതിലൊന്നും വലിയ കാര്യമില്ല, അതിന് പകരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിരിച്ചു തരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അന്ന് ഏകദേശം ആകെ ചെലവ് പറയുന്നത്, ആ ചെലവ് എനിക്ക് വായിക്കാൻ അറിയില്ല, എന്തായാലും ഞാൻ അങ്ങനെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ കണക്കിൽ ഒരല്പം മോശമാണ്, അതുകൊണ്ടാണ് ഇനി അത് വായിച്ചിട്ട് ആകെ തെറ്റണ്ടല്ലോ വെച്ചിട്ടാണ്. അത്രത്തോളം കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ധനസഹായം നൽകുന്നുണ്ട്. വീട് നിർമ്മിക്കുന്നതിനായിട്ട് 4 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗങ്ങൾക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണയായിട്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി നൽകുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു പദ്ധതി, ഇങ്ങനെയുള്ള ധനസഹായം നൽകുന്ന ഈ ഒരു പദ്ധതി നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വി ഡി സതീശൻ ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത്. കൈയടിക്കുക തന്നെ വേണം, 100% കൈയടിക്കണം. കാരണം ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കരുത്. കേരയിൽ എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല ഒരു ജനനേതാവും പ്രവർത്തിക്കേണ്ടത്, ഇന്നത്തേക്കോ നാളത്തേക്കോ അല്ല. അത് വേണം, ഇന്നത്തേക്കും നാളത്തേക്ക് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ ഈ നാളെ എന്ന് പറയുന്നത് ചില പദ്ധതികളെങ്കിലും കുറെ നാളത്തേക്ക് അപ്പുറത്തേക്കായിരിക്കണം. ഒരു 50 വർഷം കഴിഞ്ഞ വരുന്ന ജനതയ്ക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു പദ്ധതിയായിരുന്നു കേരയിൽ, ഹൈ സ്പീഡ് റെയിൽവേ, കേരളത്തിന്റെ സ്വന്തം. പക്ഷേ ആ ഒരു പദ്ധതിക്കാണ് തുരങ്കം വയ്ക്കുകയും ആ പദ്ധതി മാറ്റുകയും ചെയ്തു. അത് നടപ്പിലാക്കണമെങ്കിലേ ഒരു നല്ല ധൈര്യമുള്ള ആർജമുള്ളൊരു നേതാവായിരിക്കണം, പിണറായി വിജയനെ പോലൊക്കെ. അതെങ്ങനെയാണ്? നമ്മുടെ ദേശീയപാത എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, ഇല്ലയോ? ആ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലമെടുക്കൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞത് ആളുകളെ സ്ഥലമെടുക്കൽ വലിയ വിഷയമാണ്, അന്ന് സമ്മതിക്കില്ല, നാട്ടിൽ സമ്മതിക്കില്ല, പ്രശ്നമാണ്, നമുക്കത് ഒഴിവാക്കാം, അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കിയെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. പക്ഷെ പിണറായി വിജയൻ വന്നിട്ട് എന്താ ചെയ്തത്? 567 കോടി രൂപയോളമാണ് സ്ഥലമെടുപ്പിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിച്ച ഏക സംസ്ഥാനമാണ് കേരളം. 560 കോടിയാണ് ചെലവഴിച്ചത്. ആ ചെലവഴിച്ച തുക എന്തിനു വേണ്ടിയിട്ടാണ്? ആരിൽ നിന്നാണോ, ഏതൊക്കെ ആളുകളിൽ നിന്നാണോ നമ്മൾ ഭൂമി എടുക്കുന്നത്, ആ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട്, റോഡ് പദ്ധതിക്ക് വേണ്ടി, ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ നിന്നാണോ നമ്മൾ ഭൂമി എടുക്കുന്നത്, അവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ലക്ഷങ്ങളാണ് കൊടുത്തത്. അവിടെയുള്ള ഭൂമി വിലയേക്കാൾ ഇരട്ടി വില കൊടുത്തിട്ടാണ് ഓരോ സെന്റും വാങ്ങിച്ചത്. ആ സെന്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കോടി രൂപ ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിക്കാനുള്ള ഒരു ആർജവം വേണം. അങ്ങനെ ഒരു ആർജവും ധൈര്യവും ഉണ്ടെങ്കിൽ കേരളയിലൊക്കെ ഇവിടെ വരും. മനസ്സിലായില്ലേ? അല്ല TPR നടപ്പാക്കാതിരുന്നോന്നല്ല, ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിലൊക്കെ തീരുമാനമായിട്ടാണ് അങ്ങനത്തെ ഒരു പദ്ധതി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അല്ലാതെ പൊട്ടന്മാരൊന്നുമല്ല ഈ LDF-കാരെന്ന് മനസ്സിലാക്കുക, അല്ലയോ? ഒരു പദ്ധതി കൊണ്ട് വെറുതെ തുടങ്ങാൻ സാധിക്കില്ല. ജനങ്ങൾ പ്രതികരിക്കും. അപ്പൊ അവർക്ക് മുമ്പിൽ, പ്രതികരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ തെളിവ് മറ്റൊക്കെ സമർപ്പിക്കണം. ഇത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവില്ല, തെളിവുകളൊക്കെ സമർപ്പിക്കണം. അതിനുള്ള എല്ലാ കണക്കെടുപ്പും കഴിഞ്ഞ ഒരു പദ്ധതിയാണ്. വളരെ ഭംഗിയായിട്ടാണ് നിർത്തലാക്കാൻ വളരെ എളുപ്പമാണ്, അല്ലേ? എന്തും അവസാനിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്, തുടങ്ങാനാണ് പണി എന്ന് പണ്ട് മോഹൻലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ മോഹൻലാലേട്ടനെ പോലൊക്കെ എന്ത് തുടങ്ങാനാണ് പണി, നിർത്താൻ ഭയങ്കര എളുപ്പമാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ജനങ്ങളുടെ നെഞ്ചത്തോട്ടടിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് പോയിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി നിർത്തിയിട്ട് അതിന്റെ ചുമതല മുഴുവൻ ഗ്രാമസഭകൾക്കും മറ്റും ഏൽപ്പിച്ചു കൊടുക്കുകയാണത്രേ. പണ്ടും ഇതൊക്കെ തന്നെ ചെയ്തിരുന്നത്. ഗ്രാമസഭകളിൽ നിന്ന് തീരുമാനമെടുക്കുന്ന ആളുകളെയാണ് അങ്ങോട്ട് പറഞ്ഞയക്കുക, എന്നിട്ട് അതിൽ നിന്ന് കണക്കെടുത്തിട്ട് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്കാണ് കൊടുത്തിരുന്നത്. പക്ഷേ അതൊന്നുകൂടി റീഡിസൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇനി ആ പദ്ധതി പ്രകാരം നമ്മുടെ നാട്ടിലെ ഈ വരുന്ന 5 വർഷത്തിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പോലും ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഒരു കമ്പി പോലും വാങ്ങിക്കാനുള്ള പൈസ കിട്ടാൻ പോകുന്നില്ല, ഒരു ചാക്ക് സിമെന്റ് പോലും വാങ്ങിക്കാനുള്ള പൈസ കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് അന്വേഷണം ഉത്തരവിട്ടിരിക്കുകയാണ്, പരിശോധനയാണ്. പരിശോധന ഇന്നും ഇന്നലും തീരില്ല. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചല്ലേ? നല്ല നല്ല ചേഞ്ചുകളാണ് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജനോപകാരപ്രദമായ ഓരോ പദ്ധതിയും നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിന് വില കൂടുന്നു. പണ്ട് സൈക്കിൾ ചവിട്ടിയ ആൾ ഇപ്പോൾ സൈക്കിൾ ചവിട്ടുന്നില്ല. നമ്മുടെ പാലിന് വില കൂടിയിരിക്കുന്നു, ആരും പ്രതികരിക്കുന്നില്ല. അതാ ഒരു സ്ഥലത്ത് ദളിതരെ ചവിട്ടി പുറത്താക്കുന്നു, ഇവരാരും മിണ്ടുന്നില്ല. അതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം.
അപ്പൊ എല്ലാവർക്കും നല്ല സുന്ദരമായ ദിനങ്ങൾ ഇതുപോലെ തന്നെ ഇനിയും ഉണ്ടാവട്ടെ. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള അനുഭവിച്ചോളീൻ എന്ന് പറയുന്ന വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ.